തുർക്കിയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് തുർക്കിയെ പറ്റി തന്നെ സംസാരിക്കാം. തുർക്കിയ അല്ലെങ്കിൽ ശരിക്കും പണ്ടത്തെ ടർക്കി എന്നുള്ള ആ ഒരു രാജ്യത്തിൻ്റെ പേര് അവർ തുർക്കി എന്ന് പറഞ്ഞ് മാറ്റുകയാണ് സത്യം പറഞ്ഞാൽ ഉണ്ടായത്. തുർക്കിയ എന്ന് പറഞ്ഞ ആ പേര് മാറ്റിയത്. അപ്പോൾ തുർക്കി എന്ന രാജ്യത്തിൻ്റെ അവരുടെ എയർലൈൻസ് ആയിട്ടുള്ള ടർക്കിഷ് എയർലൈൻസ്, അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ടർക്കിഷ് എയർലൈൻസും അതേപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് തുർക്കി പാകിസ്ഥാന് നൽകിയ സപ്പോർട്ടും റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തുർക്കി പ്രോഡക്ട്സ് ബഹിഷ്കരിക്കുന്നു, ടർക്കിഷ് എയർലൈൻസ് ബഹിഷ്കരിക്കുന്നു, അതേപോലെ തന്നെ തുർക്കിയിലേക്കുള്ള യാത്ര ബഹിഷ്കരിക്കുന്നു. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം രാജ്യസ്നേഹത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഒന്നുമല്ല ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് തുർക്കിഷ് എയർലൈൻസിനെ പറ്റി മാത്രമാണ്. തുർക്കിഷ് എയർലൈൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചില്ലറക്കാരനല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ടോപ്പിക്ക്. തുർക്കിഷ് എയർലൈൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വിമാന കമ്പനികളിൽ ലോകത്തെ ഒരു വൻ ഭീമൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തുർക്കിഷ് എയർലൈൻസിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ തന്നെ തുർക്കിഷ് എയർലൈൻസും എമിറേറ്റ്സും അല്ലെങ്കിൽ എയർ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം. 1933 ടർക്കിഷ് എയർലൈൻസ് എന്ന് പറഞ്ഞ ഒരു വിമാന കമ്പനി ആരംഭിക്കുന്നത്. തുർക്കി എന്ന രാജ്യത്തിൻ്റെ നാഷണൽ കാരിയർ ആയിട്ടാണ് ടർക്കിഷ് എയർലൈൻസിനെ നമുക്കറിയാൻ സാധിക്കുക. അങ്ങനെ പല രാജ്യത്തിനും അവരുടേതായിട്ടുള്ള നാഷണൽ കാരിയേഴ്സ് ഉണ്ട്. ബിലാൽ എക്ഷി എന്ന ഒരു തുർക്കിഷ് പൗരനാണ് ടർക്കിഷ് എയർലൈൻസിൻ്റെ CEO എന്ന് പറയുന്നത്. ശരിക്കും ഞാനത് എടുത്ത് പറയാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ എയർ ഇന്ത്യയുടെ CEO ഏതോ ഒരു വിദേശിയാണ്, നമ്മുടെ ഇൻഡിഗോയുടെ CEO ഏതോ ഒരു വിദേശിയാണ്. നമ്മുടെ നാട്ടിലുള്ള പല എയർലൈൻ കമ്പനികളുടെയും CEOമാർ ഇന്ത്യക്കാർ എന്തുകൊണ്ടാക്കാത്തതെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. എന്താ ഇന്ത്യക്കാർക്ക് പറ്റൂലേ എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇവരൊക്കെ വിദേശികളാണ്, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. ഈ ബിലാൽ എക്ഷി എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ടർക്കിഷ് സ്റ്റേറ്റ് റെയിൽവേയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല സിവിൽ ഏവിയേഷൻ മേഖലയിലൊക്കെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിലവിൽ ഈ ടർക്കിഷ് എയർലൈൻസിന് 2025 കണക്ക് പ്രകാരം 530 എയർക്രാഫ്റ്റുകളാണുള്ളത്, 530 വിമാനങ്ങൾ. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ കമ്പാരിസൺ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ടർക്കിഷ് എയർലൈൻസ് എന്ന് പറയുന്നത് എത്ര ബിഗ് ആണെന്നുള്ളത്. നിലവിൽ ഇപ്പോൾ ഇവർക്ക് 530 വിമാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും 2033 800-ലധികം വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സത്യം പറഞ്ഞാൽ ടർക്കിഷ് എയർലൈൻസിൻ്റെ ആ ഒരു വിഷൻ. നിലവിൽ അവരുടെ ഫ്ലീറ്റ് എന്ന് പറയുന്നത് വൈഡ് ബോഡി എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിൽ എയർബസ് A350-900 സീരീസിലുള്ള വിമാനങ്ങളുണ്ട്, ബോയിങ് 777-300ER സീരീസിലുള്ള വിമാനങ്ങളുണ്ട്, ബോയിങ് 787-9 ഡ്രീം ലൈനർ വിമാനങ്ങളുണ്ട്, പിന്നെ എയർബസ് 330-300 വിമാനങ്ങളുണ്ട്, പിന്നെ എയർബസ് 330-200 വിമാനങ്ങളുണ്ട്. ഇനി ചെറു വിമാനങ്ങളായിട്ടുള്ള നാരോ ബോഡി എയർക്രാഫ്റ്റുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എയർബസ് A321neo, 321-200, 320-200, ബോയിങ് 737-900ER, ബോയിങ് 737-800, അങ്ങനെ പല റേഞ്ചിൽ പല സീരീസിലുള്ള എയർബസ് ബോയിങ് കോംബോ സീരീസിലുള്ള വിമാനങ്ങളാണ് ഈ കമ്പനി ഓൺ ചെയ്യുന്നത്. ഇനിയാണ് ഞാൻ ടർക്കിഷ് എയർലൈൻസിൻ്റെ പ്രധാന കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഈ ടർക്കിഷ് എയർലൈൻസിൻ്റെ ഗ്ലോബൽ ഓപ്പറേഷൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടർക്കിഷ് എയർലൈൻസ് എന്ന് പറയുന്ന വിമാനങ്ങൾ 351 ഡെസ്റ്റിനേഷൻസിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലോകത്തിൽ UN അംഗീകരിച്ച 191 രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് 130 രാജ്യങ്ങളിലേക്കും ടർക്കിഷ് എയർലൈൻസിൻ്റെ വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ വസ്തുത. ഞാൻ ടർക്കിഷ് എയർലൈൻസിൽ 1-2 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ യാത്ര ചെയ്തത് അബുദാബിയിൽ നിന്നും ഞാൻ ക്യൂബയിലേക്ക് പോയ സമയത്ത് ഞാൻ ടർക്കിഷ് എയർലൈൻസിൽ യാത്ര ചെയ്തിരുന്നു. വൺ ഓഫ് ദി ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ആ ഒരു ക്യൂബൻ ട്രിപ്പ് എന്ന് പറയുന്നത്. അതായത് ഇസ്താൻബുളിൽ നിന്നും ക്യൂബയിലേക്ക് ഡയറക്റ്റ് പറക്കുന്ന, അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നും ക്യൂബയിലേക്ക് ഡയറക്റ്റ് പറക്കുന്ന ആകെ ഒരൊറ്റ വിമാന കമ്പനിയേ ഉള്ളൂ, അത് ടർക്കിഷ് എയർലൈൻസ് ആയിരുന്നു. ആലോചിച്ച് അത്രയും സ്ഥലങ്ങളിലേക്ക്, വെനസ്വേലയിലേക്ക് പറക്കുന്നു. നമ്മൾ വിചാരിക്കാത്ത പല രാജ്യങ്ങളിലേക്കും ടർക്കിഷ് എയർലൈൻസിൻ്റെ വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. നിങ്ങളിൽ പലരും വിചാരിക്കും തുർക്കിയെ പൊക്കി പറയുകയാണ്, ടർക്കിഷ് എയർലൈൻസിനെ പൊക്കി പറയുകയാണ്, ഇപ്പോഴത്തെ ഞാൻ രാജ്യദ്രോഹിയാണ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ ടർക്കിഷ് എയർലൈൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും എന്നെ പറ്റി ആരും വിചാരിക്കേണ്ട. ഞാൻ ഒരു തികഞ്ഞ രാജ്യസ്നേഹി തന്നെയാണ്. ഇനി അതിൻ്റെ പേരിൽ ആരും തെറി വിളിക്കാൻ വരണ്ട. ടർക്കിഷ് എയർലൈൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കുറച്ച് ഫാക്ട്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട്
ഷെയർ ചെയ്യുന്നത്. തുർക്കി എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം അങ്കാരയാണെന്നുണ്ടെങ്കിലും ശരിക്കും ഇസ്താൻബുൾ കേന്ദ്രീകരിച്ചാണ് ടർക്കിഷ് എയർലൈൻസ് എല്ലാം പ്രവർത്തിക്കുന്നത്. ശരിക്കും ഈ ഇസ്താൻബുൾ കേന്ദ്രീകരിച്ചിട്ട് ഇവർ തുർക്കിയിൽ നിന്നും യൂറോപ്പാണ് ഇവരുടെ മെയിൻ ഹബ്ബ്. ഏഷ്യയിലെ വളരെ കുറച്ച് ഡെസ്റ്റിനേഷൻസിലേക്കേ ഉള്ളൂ. ആഫ്രിക്ക അത്യാവശ്യം നന്നായിട്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അമേരിക്കയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടർക്കിഷ് എയർലൈൻസ് ഇപ്പോൾ സിംഗപ്പൂരിലേക്കും അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കും വരെ സർവീസസ് ആരംഭിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ്സ് ഫ്രം ഇസ്താൻബുൾ ടു മെൽബൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം സ്ഥലങ്ങളിലേക്ക് നിലവിൽ ടർക്കിഷ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഭയങ്കര റേറ്റ് കുറഞ്ഞ ഒരു ബഡ്ജറ്റ് എയർലൈൻ ഒന്നും അല്ല. നമ്മൾ എമിറേറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു സിംഗപ്പൂർ എയർലൈൻസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കാറ്റഗറിയിലാണ് ഇതിൻ്റെ പ്രൈസിങ്ങും. ഇതൊരിക്കലും ഒരു ബഡ്ജറ്റ് എയർലൈൻ അല്ല, ഇതൊരു ഫുൾ സർവീസ് എയർലൈൻ ആണ്. അത്യാവശ്യം നല്ല റേറ്റ് ആണ്. നമുക്ക് എങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കത്തി റേറ്റ് ഒക്കെ തന്നെയാണ് ടർക്കിഷ് എയർലൈൻസിൻ്റെ ടിക്കറ്റുകളൊക്കെ എപ്പോഴും കാണാൻ സാധിക്കാറുള്ളത്. ഈ സർവീസ് ക്വാളിറ്റി അതേപോലെ തന്നെ സേഫ്റ്റി എന്നീ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ വിമാന കമ്പനികളിൽ ടോപ്പ് 25 ടർക്കിഷ് എയർലൈൻസ് ഉണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ടോപ്പ് 10 ടർക്കിഷ് എയർലൈൻസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കോഡ് ഷെയർ അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഇൻഡിഗോ ടർക്കിഷ് എയർലൈൻസിന്റെ ഏതാനും വൈഡ് ബോഡി വിമാനങ്ങൾ ലീസിനെടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബോയിങ് 777 പോലെയുള്ള വിമാനങ്ങൾ ഇൻഡിഗോയുടെ ലേബലിൽ ഇൻഡിഗോയുടെ മാർക്കിംഗ് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും. ഇൻഡിഗോ ഇസ്താൻബുളിലേക്ക് മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമാണ് നിലവിൽ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇസ്താൻബുൾ ടിക്കറ്റ് ആരെങ്കിലുമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചി മുംബൈ ഇസ്താൻബുൾ, കൊച്ചി ഡൽഹി ഇസ്താൻബുൾ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുക. ശരിക്കും ഈ ഒരു കോഡ് ഷെയർ അഗ്രിമെന്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് പല രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം സിംഗപ്പൂർ എയർലൈൻസും എയർ ഇന്ത്യയുമായിട്ട് ചിലപ്പോൾ കോഡ് ഷെയർ ഉണ്ടാവാം. അതേപോലെ തന്നെ ഫ്ലൈ ദുബായും എമിറേറ്റ്സും തമ്മിൽ അത് സബ്സിഡറി ആണ്, എന്നാലും നമുക്ക് ഒരു കോഡ് ഷെയർ അഗ്രിമെന്റിൽ വരും. അങ്ങനെ പല രാജ്യങ്ങളും തമ്മിൽ പല എയർലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് കണക്ടിവിറ്റി കൊടുക്കാൻ വേണ്ടി, അതായത് ഇപ്പോൾ എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യാത്ത സ്ഥലത്തേക്ക് മറ്റൊരു എയർലൈൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും എയർ ഇന്ത്യയും മറ്റൊരു എയർലൈനുമായിട്ട് കോഡ് ഷെയർ അഗ്രിമെന്റ് ചെയ്യുമ്പോഴത്തേക്കിനും പാസഞ്ചേഴ്സിന്, എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിന് വളരെയധികം എളുപ്പത്തിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള കോഡ് ഷെയർ അഗ്രിമെന്റ് ഫെസിലിറ്റി ഉള്ളത്. പല എയർലൈൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇൻഡിഗോ അങ്ങനെ ഒരു കോഡ് ഷെയർ അഗ്രിമെന്റ് ടർക്കിഷ് എയർലൈൻസ് ആയിട്ട് ചെയ്തത് ശരിക്കും വളരെയധികം നല്ല രീതിയിൽ ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിൽ ഒരു ബൂം ഉണ്ടായി വരുന്നൊരു സമയമായിരുന്നു. അന്നേരമാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഈ പ്രോബ്ലംസ് ഒക്കെ വന്നത്. അത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം. ഇനി ഞാൻ നമ്മുടെ ടർക്കിഷ് എയർലൈൻസും നമ്മുടെ എയർ ഇന്ത്യയുമായിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്യാം. ശരിക്കും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എയർലൈൻസ് ആണ് ഇതെന്നുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ എയർ ഇന്ത്യ എന്താണ്, എമിറേറ്റ്സ് എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് കമ്പയർ ചെയ്യുന്നത്. ടർക്കിഷ് എയർലൈൻസ് 1933 സ്ഥാപിതമായത്. എയർ ഇന്ത്യ 1932 ശരിക്കും ആരംഭിക്കുന്നത്. ഈ ടർക്കിഷ് എയർലൈൻസിൽ ഇതിൻ്റെ മെജോറിറ്റി ഓണർഷിപ്പ് എന്ന് പറയുന്നത് ടർക്കി വെൽത്ത് ഫണ്ടിൻ്റെ കീഴിലാണ്. നമ്മുടെ എയർ ഇന്ത്യ നിലവിൽ ഇപ്പോൾ ടാറ്റ സൺസിൻ്റെ കീഴിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ശരിക്കും ടർക്കിഷ് എയർലൈൻസ് ഒരു പാർഷ്യലി പബ്ലിക് പ്ലസ് സോവറിൻ ഫണ്ട് രീതിയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ എയർ ഇന്ത്യ എന്ന് പറയുന്നത് 2022 ഫുള്ളി പ്രൈവറ്റൈസ്ഡ് ആക്കി മാറ്റി. ഇവരുടെ ഫ്ലീറ്റ് സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2025 കണക്ക് പ്രകാരം ടർക്കിഷ് എയർലൈൻസിന് 530 വിമാനങ്ങളുണ്ട്. എയർ ഇന്ത്യക്ക് നമുക്ക് ആകെ ഉള്ളത് 140 വിമാനങ്ങളാണ്. അതായത് വിമാനങ്ങളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്, ഡെസ്റ്റിനേഷൻസോ റൂട്ടോ ഒന്നും അല്ല, വിമാനങ്ങളുടെ എണ്ണം 140 എണ്ണമാണ് എയർ ഇന്ത്യക്ക് ആകെ ഉള്ളത്. അതേസമയം അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ടർക്കിഷ് എയർലൈൻസിൻ്റെ ഫ്ലീറ്റ് നമ്മൾ മനസ്സിലാക്കണം. എയർ ഇന്ത്യ പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും 2033 ഒരു എക്സ്പാൻഷൻ പ്ലാൻ പ്രകാരം ടർക്കിഷ് എയർലൈൻസ് 800 വിമാനങ്ങൾ സ്വന്തമാക്കുമ്പോൾ എയർ ഇന്ത്യയുടെ പ്ലാനുകൾ പ്രകാരം 500 താഴെ മാത്രമാണ് എയർ ഇന്ത്യ കറക്റ്റ് സമയത്ത് വിമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, എയർക്രാഫ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുക. നിലവിൽ ടർക്കിഷ് എയർലൈൻസ് 130 രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ എയർ ഇന്ത്യ സർവീസ് നടത്തുന്നത് ആകെ 40 രാജ്യങ്ങളിലേക്ക് മാത്രമാണ്. ഇതിനകത്ത് 75 ഇൻ്റർനാഷണൽ സിറ്റീസിലേക്ക് നമ്മുടെ എയർ ഇന്ത്യ പോകുമ്പോൾ ടർക്കിഷ് എയർലൈൻസ് പോകുന്നത് 351 സിറ്റികളിലേക്കാണ്. ഈ ടർക്കിഷ് എയർലൈൻസും എയർ ഇന്ത്യയും സ്റ്റാർ അലയൻസിൻ്റെ കീഴിലുള്ള 2 എയർലൈൻസ് ആണ്. അതായത് ഈ എയർലൈൻസിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് പോയിന്റ്സ് കിട്ടും. ഈ പോയിന്റ്സ് അത് മാത്രമല്ല ഈ സ്റ്റാർ അലയൻസിൻ്റെ കീഴിലുള്ള വിമാനങ്ങളാണ് ഈ ടർക്കിഷ് എയർലൈൻസ്, എയർ ഇന്ത്യ, അതേപോലെ തന്നെ സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെ. അപ്പോൾ ഇവരിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ഏതെങ്കിലും ഒരു എയർലൈനിൽ നമ്മളൊരു ഹൈ ടയർ മെമ്പർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെമ്പർ ബെനിഫിറ്റ്സ് ഈ മറ്റ് എയർലൈനുകളിൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഞാൻ എയർ ഇന്ത്യയുടെ മെമ്പർഷിപ്പ് വെച്ചിട്ട് എനിക്ക് സിംഗപ്പൂർ എയർലൈൻസിൻ്റെയും ടർക്കിഷ് എയർലൈൻസിൻ്റെ ഒക്കെ പോയിന്റ്സ് അക്വയർ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കുറേ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഫ്രീക്വൻറ്റ് ട്രാവലർ പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഈ സ്റ്റാർ അലയൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയർ ഇന്ത്യയും ടർക്കിഷ് എയർലൈൻസും ഇവർ രണ്ടുപേരും സ്റ്റാർ അലയൻസിൻ്റെ പ്രോഗ്രാമിൻ്റെ കീഴിൽ വരുന്നതാണ്.
ക്യാമ്പൽ വിൽസൺ എന്ന് പറയുന്ന പണ്ട് സ്കൂട്ട് എന്ന് പറഞ്ഞ വിമാന കമ്പനിയുടെ CEO ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോഴത്തെ നമ്മുടെ എയർ ഇന്ത്യയുടെ CEO. ശരിക്കും എയർ ഇന്ത്യ എന്നുള്ള പേരൊക്കെ വെച്ചിട്ട് എയർ ഇന്ത്യയുടെ CEO ഒരു ഇന്ത്യക്കാരൻ, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ഇന്ത്യക്കാർക്ക് എന്താ ഇത് പറ്റത്തില്ലെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ഇനി നമ്മളെല്ലാവരും വലിയ സംഭവമായിട്ട് നമ്മൾ കാണുന്ന എയർലൈൻസിൻ്റെ ലക്ഷറി എയർലൈൻ എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ എമിറേറ്റ്സ് ആയിട്ട് ഞാൻ ടർക്കിഷ് എയർലൈൻസിൽ നിന്ന് കമ്പയർ ചെയ്യാം. 1985 എമിറേറ്റ്സിൻ്റെ ഉത്ഭവം. അതായത് 1933-ലും 32-ലുമാണ് ടർക്കിഷ് എയർലൈൻസും എയർ ഇന്ത്യ ഉണ്ടായിരുന്നുണ്ടെങ്കിലും 1985 എമിറേറ്റ്സ് എന്ന് പറയുന്ന വിമാന കമ്പനി ഉണ്ടാകുന്നത്. എമിറേറ്റ്സ് എന്ന് പറയുന്ന വിമാന കമ്പനി ഇറ്റ്സ് കംപ്ലീറ്റ്ലി അണ്ടർ ദുബായ് ഗവൺമെൻറ്. ഫ്ലീറ്റ് സൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടർക്കിഷ് എയർലൈൻസിൽ 530 ഉണ്ടെങ്കിൽ എമിറേറ്റ്സിന് 270 വിമാനങ്ങൾ മാത്രമാണുള്ളത്. എമിറേറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് A380 ഓപ്പറേറ്റർ എമിറേറ്റ്സ് ആണ്. അതായത് ടർക്കിഷ് എയർലൈൻസിന് A380 ഒന്നുമില്ല. അവർ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വിമാനങ്ങളായിട്ടുള്ള 350, 777, ഡ്രീം ലൈനറൊക്കെ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. A380 കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല ട്രാവൽ കംഫർട്ടൊക്കെ കൂടുതലാണ്. ഇനിയിപ്പം ഓൾറെഡി A380യുടെ പ്രൊഡക്ഷനൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇനി കൂടുതൽ വിമാനങ്ങളൊന്നും വരില്ല. അപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് A380 ഓപ്പറേറ്റർ ആണ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. ടർക്കിഷ് എയർലൈൻസ് 130 രാജ്യങ്ങളിലേക്ക് വിമാനങ്ങൾ ഓടിക്കുമ്പോൾ എമിറേറ്റ്സിന് ആകെ 85 രാജ്യങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ. അതായത് 150 ഡെസ്റ്റിനേഷൻസ് മാത്രമാണ് എമിറേറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ടർക്കിഷ് എയർലൈൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു 350-ലധികം ഡെസ്റ്റിനേഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എമിറേറ്റ്സിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഒക്കെ കാണാം. ടർക്കിഷ് എയർലൈൻസിൽ ബിസിനസ് ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്ലാസും കാര്യങ്ങളൊന്നുമില്ല. എമിറേറ്റ്സ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒരു ലക്ഷൂറിയസ് സെഗ്മെന്റ് ആണ്. ഹൈലി പ്രൈസ്ഡ് ആണ്. ടർക്കിഷ് എയർലൈൻസും മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല പ്രൈസൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എമിറേറ്റ്സ് കുറച്ചും കൂടെ ഹൈലി എന്താ പറയുക, സർവീസ് ഭയങ്കര സംഭവമാണ്. ഭയങ്കര കൊടുക്കുന്ന പൈസയ്ക്ക് ഭയങ്കര ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് തരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒരു 5 സ്റ്റാർ എയർലൈൻ എന്നൊക്കെയുള്ള കാറ്റഗറിയിലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് എമിറേറ്റ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ടർക്കിഷ് എയർലൈൻസ് നമ്മുടെ സിംഗപ്പൂർ എയർലൈൻസ് അല്ലെങ്കിൽ എയർ ഇന്ത്യ പോലെയുള്ള ഒരു സിമിലർ കാറ്റഗറി ഓഫ് ഒരു എയർലൈൻ തന്നെയാണ്. ഈ ടർക്കിഷ് എയർലൈൻസ് കോഡ് ഷെയറിംഗ് അഗ്രിമെന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ ശരിക്കും ആകെ ഒരു 5 സിറ്റികളിലേക്ക് മാത്രമാണ് ആക്ച്വലി ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഇൻഡിഗോ. പക്ഷേ എമിറേറ്റ്സ് നമുക്ക് 10-ലധികം സിറ്റീസിലേക്ക് ഇന്ത്യയിലേക്ക് തന്നെ വരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കോഡ് ഷെയർ അഗ്രിമെന്റ് വേറെ പരിപാടികളോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എമിറേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടർക്കിഷ് എയർലൈൻസിന്റെ പ്രൈസിങ് കുറച്ച് താഴെ തന്നെയാണ്. എമിറേറ്റ്സിന്റെ അത്രയ്ക്ക് വരില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ എയർ ഇന്ത്യക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിംഗ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഇനി എൻ്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടർക്കിഷ് എയർലൈൻസിൽ 2-3 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അവരുടെ ബഡ്ജറ്റ് എയർലൈനിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇസ്താൻബുൾ എയർപോർട്ടിൽ ഞാൻ 3-4 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. ഇസ്താൻബുൾ എയർപോർട്ട് എന്നൊക്കെ പറയുന്നത് ലൈക്ക് ഇറ്റ്സ് വെരി ഹ്യൂജ്. നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല അത്രയും വലിയൊരു എയർപോർട്ട്. അവരുടെ ഫെസിലിറ്റീസ്, അവരുടെ സൗകര്യങ്ങൾ, അവർ സംഭവങ്ങൾ, കാരണം അത്രയധികം ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ പല സംഭവങ്ങളും, ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറും എല്ലാം കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര ഒരു കിഡിലൻ സംഭവത്തിലാണ് സത്യം പറഞ്ഞാൽ ഈ ടർക്കിഷ് എയർലൈൻസും അതേപോലെ തന്നെ ഈ തുർക്കി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇവരുടെ എല്ലാ സംഭവങ്ങളും പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇൻഡിഗോയുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ഇവർ വിടുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അത് അവർക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു രോമം പറിച്ച് കളയുന്നത് പോലെ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഇന്ത്യക്കാർ തുർക്കിയിലേക്ക് പോകാതിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അവർക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും വലിയ നഷ്ടമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ വളരെ കുറച്ച് ആൾക്കാരെ ഇന്ത്യക്കാരവിടെ പോകുന്നുള്ളൂ. അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് യൂറോപ്യൻസിൻ്റെയും അമേരിക്കൻസിൻ്റെയും അങ്ങനെയുള്ള ബാക്കിയുള്ള ആൾക്കാരെയാണ് നമുക്ക് അവിടെ പോകുമ്പോൾ അറിയാം. കാരണം ഞാൻ തുർക്കിയിൽ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ നമ്മുടെ രാജ്യസ്നേഹം കാണിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ മാൾഡീവ്സായിട്ട് ഇഷ്യൂ വന്ന സമയത്ത് നമ്മൾ മാൾഡീവ്സ് ബഹിഷ്കരിച്ചു കുറേ ആളുകൾ, അല്ലേ? ഇപ്പം മാൾഡീവ്സുമായിട്ട് ഇന്ത്യ വീണ്ടും ടേംസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു പൊളിറ്റിക്സ് ആണ്. ഇപ്പോൾ തുർക്കിയുമായിട്ട് ഇഷ്യൂ ഇങ്ങനെ നടക്കുമ്പോൾ നാളെ എന്താണ് ഗവൺമെൻറ് ഡിസിഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ തുർക്കി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ തുർക്കിഷ് പ്രോഡക്റ്റുകൾ അവോയ്ഡ് ചെയ്യുന്നു, ടർക്കിഷ് എയർലൈൻസ് അവോയ്ഡ് ചെയ്യുന്നു. നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്തായാലും ടർക്കിഷ് എയർലൈൻസിനെ പറ്റി കുറച്ചൊക്കെ ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ചർച്ചകൾക്കൊക്കെ ആയിട്ട് നമുക്ക് വരാം. ഞാനൊരു പോഡ്കാസ്റ്റും കൂടെ ഈ ചാനലിൽ ആരംഭിക്കാനുള്ള പ്ലാനുകളിലാണ്. അതും ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.